ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം അടുത്ത കേരള ലഞ്ച് മെനുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് 122ാമത്തെ മെനുവാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ രണ്ട് സിമ്പിൾ റെസിപ്പീസാണ്, ഒന്ന് ഇരുമ്പമ്പുളി കൊണ്ട്, ഒന്ന് ചേന കൊണ്ടുള്ളത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ നിറയെ റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇരുമ്പമ്പുളി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ഒരു കറിയാണ്. അതിനായിട്ട് ഇരുമ്പമ്പുളി ഇതാ അങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് ഒരു ചട്ടിയിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. അതായത് ചെറിയുള്ളി, ആവശ്യത്തിന് ഉപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് കാന്താരി മുളക്, വെളിച്ചെണ്ണ, കരിവേപ്പില. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇരുമ്പമ്പുളിയുടെ കൂട്ടത്തിൽ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഉള്ളി ഞാൻ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കറി നമ്മൾ ഉണ്ടാക്കുന്ന അങ്കമാലി മാങ്ങാക്കറീൻ്റെ സ്റ്റൈലിലാണ്. അപ്പോൾ ഇത് ആദ്യം ഇതിൽ നന്നായിട്ട് പുരട്ടി പിടിപ്പിച്ച് വെക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കട്ടെ. അപ്പോൾ ഇത് നന്നായി പുരട്ടിയിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലിൻ്റെ 2ാം പാല് ഒഴിച്ചു കൊടുക്കാം. അതിലാണ് ഇത് കിടന്ന് വെന്ത് വരേണ്ടത്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമുക്കിത് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് നേരം, അല്ലെങ്കിൽ ഇരുമ്പമ്പുളി കുക്കായി വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് അടുപ്പത്ത് വെച്ച് വേവിക്കാം. അപ്പോൾ ഇതാ ഇരുമ്പമ്പുളിയൊക്കെ വെന്ത് നന്നായിട്ട് ബാക്കി കഷ്ണങ്ങളൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഈ സ്റ്റേജിൽ നമുക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് വറുത്തിടണം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് വറുത്തിടാൻ തുടങ്ങാം. വറുത്തിടാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും ഉലുവയും ചെറിയുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉള്ളി ഒന്ന് മൂത്ത് വരണം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ വറുത്തത് കറിയുടെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇരുമ്പമ്പുളിയുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത കോമ്പിനേഷനായിട്ടുള്ള ചേനയുടെ ഡിഷ് തുടങ്ങാം. അതിനായിട്ട് ചെറിയ തീയിലൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചേന ഇങ്ങനെ സ്ക്വയർ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഈ പാനിലേക്ക് ഈ ചേന ആഡ് ചെയ്യുക. എന്നിട്ട് ചേന വേകാൻ ആവശ്യത്തിന് പാകത്തിനും വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ ചേന നന്നായിട്ട് ഒരു 80% കുക്കാവുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കാം. അതാ വെന്ത് വന്നിട്ടുണ്ട്. ലേശം വെള്ളം ബാക്കിയുള്ള സ്റ്റേജിൽ ഞാനിവിടെ മീറ്റ് മസാലയാണ് ആഡ് ചെയ്യുന്നത്. മീറ്റ് മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല വേണമെങ്കിൽ ആഡ് ചെയ്തോളൂ. അതും ഇട്ടിട്ട് ഇതൊന്ന് പുരട്ടി എടുക്കണം. അപ്പോൾ നല്ലപോലെ മസാല ഇതിലേക്ക് പുരട്ടി എടുക്കുകയാണ്. ഇനി ഇതിൻ്റെ സൈഡിൽ കുറച്ച് സ്ഥലം ഉണ്ടാക്കുക. എന്നിട്ട് നമുക്കവിടെ ലേശം വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കാം. എന്നിട്ട് അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞതും കരിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ കളറൊന്നും മാറണമെന്നില്ല, ഉള്ളി ഒന്ന് മൂത്താൽ മതി. അതുവരെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഉള്ളി ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി മെല്ലെ ഈ ഉള്ളിയും കൂടി ചേനയിലേക്ക് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് നേരം കൂടി ചെറിയ തീയിലിട്ടിട്ട് ഇതൊന്ന് കുക്കായിട്ട് എടുക്കുക. അതായത് ചേനയ്ക്കൊന്ന് മുരിഞ്ഞ് മസാലയൊക്കൊന്ന് നന്നായിട്ട് അതിൽ പെരണ്ട് വരുന്ന വരെ കുക്ക് ചെയ്തെടുക്കുക. എണ്ണ വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അങ്ങനെ നന്നായിട്ട് പെരട്ടിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചേന പെരളൻ അല്ലെങ്കിൽ ഏകദേശം ഒരു ഇറച്ചി ഫ്രൈ പോലെയുള്ള ചേന റെഡിയാവും. അപ്പോൾ ഈ 2 റെസിപ്പീസ് നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ.